ശ്രീകണ്ഠൻ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ വി കെ ശ്രീകണ്ഠൻ, ഇപ്പോൾ VD സതീശന്റെ മറുപടി താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ 2006 എന്താണ് അവിടെ പറവൂരിൽ നടന്ന ഡീൽ എന്ന ചോദ്യത്തിന് ഒരുപക്ഷെ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ മറുപടി നമ്മൾ കാണുന്നില്ല. അതിന് പകരം 77 അതിനു മുൻപും അതിനുശേഷം ഇങ്ങോട്ട് നടന്നിരിക്കുന്ന പല കാര്യങ്ങളുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴും ആ 2006 ചോദ്യത്തിനുള്ള മറുപടി ഇല്ല കേട്ടോ. അതായത് 977 കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി RSSന്റെ സഹകരണം നേടിയിരുന്നു, പിന്തുണ നേടിയിരുന്നു എന്നുള്ളത് വ്യക്തമായിട്ടുള്ള ഒരു വിവരമാണ്. അതിൽ പിണറായി വിജയനാണ് സ്ഥാനാർത്ഥിയായിട്ടിരിക്കുമ്പോൾ RSSന്റെ പിന്തുണയോട് കൂടിയിട്ടാണ് ഇലക്ഷൻ മത്സരിച്ചത്. അവിടുന്ന് ഇങ്ങോട്ട് തൊട്ടുള്ള ഡീല് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. കേരളത്തിലെ ഈ വർഗീയ പാർട്ടികളൊക്കെ വളർത്തിയതിൽ CPMന് മുഖ്യ പങ്കുണ്ട്. പാവപ്പെട്ട സാധാരണക്കാരായ കോൺഗ്രസുകാരെ, സാധാ പ്രവർത്തകരെയൊക്കെ മർദ്ദിച്ചും കള്ളക്കേസെടുത്തും അവരെല്ലാം ഒരുപാട് ഭയപ്പെടുത്തി വീട് കയറി ആക്രമിച്ചു. എത്ര പേരെയാണ് രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് നിന്ന് മാറ്റിയത്? ഈ CPMന്റെ അക്രമ രാഷ്ട്രീയം മടുത്തുകൊണ്ട് ഒരുപാട് CPMന്റെ പ്രവർത്തകർ തന്നെ BJPയിലേക്ക് മാറി. ഇപ്പൊ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ട് CPMൽ തന്നെയുള്ള ഹാർഡ് കോർ വർക്കേഴ്സാണ് BJPയിലേക്ക് പോകുന്നത്. നിങ്ങൾ കാണുന്നില്ലേ, ഈ സമീപകാലത്ത് മുൻ MLAമാരായിരുന്ന ആളുകൾ, മുൻ നേതാക്കള് CPMൽ നിന്നും BJPയിലേക്ക് പോവുകയാണ്. അപ്പൊ CPMന് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് അവരുമായിട്ട് അവിഹിതമായ ബന്ധമാണ്. എന്റെ മനസ്സിൽ ഇപ്പൊ വരുന്നത്, ഇന്ത്യയിൽ തന്നെ BJPയെ വളർത്തിയതിൽ മുഖ്യ പങ്ക് വഹിച്ച ഒരു പാർട്ടിയാണ് CPM. നിങ്ങൾക്കറിയാം, ദേശീയ മുന്നണി രൂപീകരിച്ച് ചന്ദ്രബാബു നായിഡുവിനെ കൺവീനറാക്കി LK അദ്വാനി ഇടതുവശത്തും അതുപോലെ തന്നെ EMS നമ്പൂതിരിപ്പാട് ഹർകിഷൻ സിംഗ് സുർജിത്തും വലതുവശത്തും അപ്പുറത്ത് VP സിംഗും കൂടി ഉണ്ടാക്കിയതാണ് 2ൽ നിന്നും 88ലേക്ക് BJP എത്തിച്ചത്. അപ്പൊ ഇന്ത്യയിലെ വർഗീയ പാർട്ടികളുമായി ഏറ്റവും വലിയ ചങ്ങാത്തം പരസ്യമായി പ്രകടിപ്പിച്ച നേതാവാണ് EMS നമ്പൂതിരിപ്പാട്. അദ്ദേഹം പറഞ്ഞത്, ഏത് ചെകുത്താനുമായും കൂടിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഭരണത്തിൽ നിന്ന് ഇറക്കുന്നതാണ് പ്രതിജ്ഞ. അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഈ ബന്ധം. ഇപ്പോ ഈ ഡീല് മറനീക്കി പുറത്തു വന്നപ്പോൾ ജാള്യത മറയ്ക്കാൻ വേണ്ടി ഓരോ വിടുവായത്തും അടിക്കുകയാണ് നമ്മുടെ പിണറായി വിജയൻ. ഒരിക്കലും VD സതീശന്റെ മതേതര നിലപാട് ഒരു കേരളത്തിലെ ഒരു വ്യക്തി പോലും എന്ത് രാഷ്ട്രീയമാണെങ്കിലും അത് ഒരിക്കലും സംശയദൃഷ്ടിയ കാണുകയില്ല. കാരണം സതീശൻ പ്രവർത്തിച്ച പാരമ്പര്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയാണ്. ആ മഹത്തായ മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് വർഗീയ ശക്തികളുമായിട്ട് ഒരു വിട്ടുവീഴ്ചയില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കാൻ ആണത്തം കാണിച്ച, ധൈര്യം കാണിച്ച, ചങ്കൂറ്റം കാണിച്ച ഒരു പ്രതിപക്ഷ നേതാവാണ് VD സതീശൻ. VD സതീശന്റെ മറുപടി ചോദ്യങ്ങൾ തന്നെയാണോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. ചോദ്യങ്ങൾക്ക് മറുപടി തിരിച്ചുള്ള ചോദ്യങ്ങളാണോ അതല്ല ഉത്തരങ്ങളാണോ എന്നുള്ളതാണ്. 2006 അതെ, ചോദ്യങ്ങൾക്ക് തിരിച്ചു ചോദ്യം ഉണ്ടാവും, ഉത്തരവ് ഉണ്ടാവും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ള മറുപടി കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. അതല്ലല്ലോ, എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയും, അത് ചോദ്യ രൂപത്തിലാകും. അല്ലല്ല, അതല്ല ഞാൻ ചോദിച്ചത്. ശ്രീ പിണറായി വിജയന്റെ ചോദ്യം 2006 പറവൂരിൽ എന്ത് ഡീലായിരുന്നു എന്നുള്ളതാണ്. അതിനുള്ള മറുപടി ശ്രീ VD സതീശൻ നൽകിയത് അതിനുള്ള ഉത്തരവായിട്ടല്ല, തിരിച്ചു ചോദ്യം ചോദിച്ചുകൊണ്ടാണ്. ഞാൻ താങ്കളോടല്ല, ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ചോദ്യങ്ങൾക്ക് ഞാൻ കേട്ടതിന്റെ മിസ്റ്റേക്കാണ്. അതായത് 2006 പിന്നെ ഡീലാണ്, അതാണല്ലോ ഇപ്പൊ ചോദിച്ചത് പിണറായി വിജയൻ. 2006 ഡീല് അവിടുത്തെ ജനങ്ങളോടായിരുന്നു എന്നുള്ളത് ഇലക്ഷന്റെ റിസൾട്ട് നോക്കി അറിയാം. തുടർന്ന് അങ്ങോട്ട് എത്ര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു? 25 വർഷമായിട്ട് ആ മണ്ഡലത്തില് ഇത്രയധികം ജനങ്ങളുമായി ബന്ധമുള്ള ഒരു ജനപ്രതി ഉണ്ടായിട്ടുണ്ടോ? കേരള ചരിത്രത്തിൽ CPMന്റെ ഇടതുപക്ഷത്തിന്റെ കോട്ടയായിരുന്ന ഒരു സ്ഥലമെന്ന് വിശേഷിപ്പിച്ച പറവൂര് ആദ്യത്തെ പ്രാവശ്യം അദ്ദേഹം തോറ്റെങ്കിലും 5 വർഷം അവിടെ നിന്ന് പ്രവർത്തിച്ചു. ഒരു കാര്യം ഞാൻ പറയാം, ഈ നാട് നന്നായി പോകണമെന്ന് ആഗ്രഹിക്കുന്ന, സ്നേഹവും സാഹോദര്യം നിലനിർത്തുന്ന ആഗ്രഹിക്കുന്ന, മതേതരത്വം മുറുകെ പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തമായ നിലപാടുള്ള VD സതീശനെ ഒന്നും ഇത് കാട്ടി ചെണ്ട കൊട്ടി പേടിപ്പിക്കണ്ട. അത് ഏത് തരത്തിലാണെങ്കിലും അവിടുത്തെ ജനങ്ങൾ അതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. 25 വർഷമായിട്ടൊരു ജനപ്രതി എങ്ങനെയായിരിക്കണമെന്ന് കേരളത്തിന് തന്നെ ഒരു മാതൃകയാണ്. അദ്ദേഹം ഇത്ര നിഷ്പക്ഷമായി, നീതിപൂർവമായി, എല്ലാവരുമായും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ആ ജനപ്രതി ഇടപെടുന്നു എന്നുള്ളതാണ്. ഓരോ ഘട്ടത്തിലും ഓരോ പ്രാവശ്യം ഭൂരിപക്ഷം വർദ്ധിച്ചുകൊണ്ട് നിങ്ങൾ നോക്കിയാൽ അറിയാം, ആ ഗ്രാഫ് ഉയർന്നു നിൽക്കുകയാണ്. അതൊന്നും കള്ള പ്രചരണം കൊണ്ടോ നുണ പ്രചരണം കൊണ്ടോ ഒന്നും തകർക്കാൻ കഴിയില്ല. ശരി,
താങ്ക് യു ശ്രീ വി കെ ശ്രീകണ്ഠൻ. എന്തായാലും മുഖ്യമന്ത്രിയുടെ ചോദ്യങ്ങൾക്ക് വി ഡി സതീശന് മുന്നിൽ നിരന്ന് നിന്ന് കവചം തീർക്കുകയാണ് വി കെ ശ്രീകണ്ഠൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ നേതാക്കൾ. സതീശനെതിരെയുള്ള ആരോപണങ്ങളുടെ ഒരു പൊടി പോലും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ എത്തരുത് എന്നുള്ള ഒരു നിർബന്ധം ഒരുപക്ഷെ പാർട്ടിക്ക് ഈ സമയത്തുണ്ട്.